ദില്ലി ദാലിയുടെ 2024 ഗാന്ധി ജയന്തി ഒക്ടോബർ 2 പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഗാന്ധിയുടെ രാഷ്ട്രീയവും ജീവിതവും എന്ന പൊതുവായ ഒരു വിഷയത്തെ ഒരു സവിശേഷ രീതിയിൽ സമീപിക്കുവാനാണ് ഈ പോഡ്കാസ്റ്റ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത്. ഇന്ന് ദില്ലി ദാലിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ജെ ദേവികയാണ്. സാമൂഹ്യ ജീവിതത്തിൽ ഉണർന്നിരിക്കുന്ന മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ധൈഷണിക ജീവിതത്തിന് ഉടമയാണ് പ്രൊഫസർ ജെ ദേവിക. അനുരഞ്ജനമില്ലാത്ത സ്ത്രീ കാഴ്ചയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെയും പ്രത്യേകിച്ച് കേരള സമൂഹത്തെയും കാണാൻ ശ്രമിക്കുന്ന ദേവിക കർശനവും മൂർച്ചയുള്ളതും കരുതലുള്ളതുമായ സാമൂഹ്യ വിമർശനങ്ങളാൽ അപൂർവമായ മൗലിക മുദ്ര പൊതുമണ്ഡലത്തിൽ പതിപ്പിച്ച് പോരുകയാണ്. തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ പ്രൊഫസറായ ജെ ദേവികയുടെ പ്രധാന രചനകൾ കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടായതെങ്ങനെ, നിരന്തര പ്രതിപക്ഷം, ഉറയൂരൽ, കുഞ്ഞുതീ എന്നിവയാണ്. മലയാളത്തിലെ പ്രശസ്തങ്ങളായ സമകാലിക നോവലുകളുടെയും ചെറുകഥകളുടെയും മേന്മയേറിയ മൗലികതയുള്ള ഇംഗ്ലീഷ് വിവർത്തനങ്ങളും ദേവിക നിർവഹിച്ചു പോരാറുണ്ട്. സ്വാഗതം ജെ ദേവിക ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക്. വളരെ സന്തോഷം. ഇന്ന് ഈ സംഭാഷണത്തിൻ്റെ ഞാൻ സംഭാഷണം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഗാന്ധിയുടെ ഓരോ വാചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏതാണ്ട് 7 ചോദ്യങ്ങളോളമുണ്ട്. സമയപരിമിതിക്കുള്ളിൽ നിന്ന് കഴിയുന്നത്ര നമുക്കത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. ഗാന്ധിയെക്കുറിച്ച് ഈ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു പ്രവേശിക പോലെയുള്ളൊരു ചോദ്യമുള്ളത്, ഗാന്ധിയെക്കുറിച്ച് ഏറ്റവും കുറവ് സംസാരിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റലക്ച്വലായിട്ട് ദേവികയെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ സജീവമായി ജാഗ്രതായി സാമൂഹ്യ ഇടപെടലുകളും സാമൂഹ്യ നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ദേവിക ഗാന്ധിയാൽ ഒരിക്കലും പ്രേരിതയായിട്ടില്ലേ? അത് ശരിയാണ് കേട്ടോ. ഗോപാലകൃഷ്ണന്റെ ആ ഒരു നിരീക്ഷണം ശരിയാണ്. ഞാൻ ഗാന്ധിയെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപൂർവമായി മാത്രമേ ഗാന്ധിയൻ ചിന്തയെ ഞാൻ ആശ്രയിച്ചിട്ടുള്ളൂ. സത്യമാണ്. അതിനുള്ള ഒരു കാരണം ഞാൻ ആലോചിക്കുമ്പോൾ കുറച്ചൊക്കെ എന്താ പറയാ, അബോധത്തിന്റെ പ്രശ്നം എന്നൊക്കെ പറയേണ്ടി വരും. കാരണം എൻ്റെ ഓർമ്മയില് കുട്ടിക്കാലത്ത് ഞാൻ വളർന്നു വന്ന ഒരു ചുറ്റുപാട്, അപ്പൊ ഞാൻ ഏതൊരു തരം പിതൃമേധാവിത്വ ചുറ്റുപാടിലാണോ വളർന്നത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടും അതിനെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടുമാണ് ഞാൻ മുതിരുന്നത്. ആ സമയത്ത് എൻ്റെ വീട്ടിലും തന്നെ എൻ്റെ ആ സാംസ്കാരിക പരിസരത്തിൽ ഒരു സ്ഥിര സാന്നിധ്യം പോലെ ഉണ്ടായിരുന്ന ഒരു പിതൃരൂപമാണ് ഗാന്ധി. ഈ ഗാന്ധി ഒരു നായരാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ അത്ര കുട്ടിക്കാലത്തെ പണ്ട് സക്കറിയ ക്രിസ്തു ഒരു മധ്യ തിരുവിതാംകൂർ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞതുപോലെ ഇതുപോലെ അപ്പൊ ഈ ഇരിക്കുന്ന മതിലിൽ പല പല അമ്മാവന്മാരുടെ പടങ്ങളും ഉണ്ട്, ആ കൂട്ടത്തിൽ ഗാന്ധിയുടെ പടവും ഉണ്ട്. അങ്ങനെ ഒരു 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 എന്തോ അബോധത്തിൽ എവിടെയോ ഗാന്ധിയെ ഒരു പിതൃരൂപമായിട്ട് തന്നെ തിരിച്ചറിയുകയും, അപ്പൊ ഗാന്ധിയുടെ ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഗാന്ധി നമുക്ക് ഇപ്പൊ ഞാൻ പറയാതെ തന്നെ അറിയാം, ഗാന്ധി ഈസ് എ ടെക്സ്റ്റ്. ഗാന്ധി ഒരു വ്യക്തിയല്ല. അപ്പോ ഗാന്ധിയുടെ രചനകളിൽ ഏത് ഗാന്ധി എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ അത്രയും വൈവിധ്യമുള്ള രചന. അപ്പൊ ഒരു തുറന്ന മനസ്സുള്ള ഒരാൾക്ക് നമുക്ക് ഗാന്ധിയിൽ നിന്ന് എന്ത് കൊള്ളാം എന്ത് തള്ളാം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന, നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റും വേണമെങ്കിൽ. പക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു തടഞ്ഞിരുന്നത് എന്തോ ഒരു അബോധത്തിലുള്ള ഒരു തടസ്സമാണ്. ആ തടസ്സം ഈ പറഞ്ഞതുപോലെ. പക്ഷെ അതേസമയം നമ്മൾ മുതിർന്നപ്പോൾ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ വായിക്കുന്നത് 9 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. പക്ഷെ അദ്ദേഹം നമ്മുടെ പരിസരത്ത്, ഞാൻ വളർന്ന പരിസരത്ത് വലിയ അഭികാമ്യനായ ഒരു ഗുരുവായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീട്ടിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള ഒരു വിമർശനത്തിന്റെ ഒരു മുന എവിടെ കിട്ടുന്ന ആലോചിച്ച് നടന്നതുകൊണ്ട് തന്നെ ഗുരുവിനെ വായിക്കുമ്പോൾ ഒരു തുറവിയുണ്ട്. ഇപ്പൊ ഗുരുവിനും നിങ്ങൾ ചോദിക്കും, അംബേദ്കറിലും ഗുരുവിനും ഒക്കെ
സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അംശങ്ങളില്ലെങ്കിൽ ഉണ്ടാവാം, ഉണ്ട് ഇല്ലെന്നല്ല. പക്ഷെ അത് മാത്രമല്ല അംബേദ്കർ ഗുരു എന്ന് വിചാരിക്കുന്ന തരത്തിൽ തുറവി അവരുടെ നേരെ സാധ്യമായി. പക്ഷെ ഗാന്ധിയുടെ നേരെ എനിക്ക് തോന്നുന്നു വളരെ കാലത്തോളം എനിക്കത് മാറിയത് സത്യത്തിൽ ഈ ഇന്ത്യയില് ഈ ഹിന്ദു സുപ്രമസിസ്റ്റ് എന്ന് പറയുന്ന നിലപാട് നമ്മുടെ രാഷ്ട്രീയത്തെ ഒരു ഒരു എന്താ പറയാ ഹെഗമണിക്കായി മാറിയ കാലത്താണ്. ആ കാലത്താണ് സത്യത്തിൽ ഗാന്ധി ഘാതകരാണല്ലോ അവര്. ഗാന്ധി ഘാതകര് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളെ മുഴുവൻ പിടിച്ചടക്കിയ ആ സമയത്താണ് പെട്ടെന്ന് ഈ എന്റെ അബോധത്തിലുണ്ടായിരുന്ന ആ ഒരു തടസ്സം നീങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ഗാന്ധിയിൽ താല്പര്യം ഉണ്ടായി തുടങ്ങിയത് സത്യത്തിൽ 1989 സോവിയറ്റ് യൂണിയൻ്റെ കൊലാപ്സോടുകൂടിയാണ്. അപ്പോൾ അത് വളരെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു. ആ സമയത്ത് ഈ 1932 33 തന്നെ സോവിയറ്റ് പരീക്ഷണം പരാജയപ്പെടാതെ നിവൃത്തിയില്ല എന്നുള്ള ഗാന്ധി എഴുതിയതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അന്നാണ് ഞാൻ സത്യത്തിൽ ഈ ഗാന്ധിയിൽ വായിക്കാൻ തുടങ്ങുന്നത്. ഇനി ഗാന്ധിയുടെ ചില വാചകങ്ങൾ ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഫോർമുലേറ്റ് ചെയ്തതെന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഗാന്ധി ഒരിക്കൽ പറഞ്ഞു, പ്രത്യാശ നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ എൻ്റെ ചിന്തയിലേക്ക് വരുന്ന ഒന്നുണ്ട്. ചരിത്രത്തിലുടനീളം സത്യവും സ്നേഹവുമാണ് വിജയിച്ചിട്ടുള്ളത്. ഏകാധിപതികളും ഭീകരഭരണാധികാരികളും അജയ്യരായി കുറച്ചു കാലത്തേക്ക് തോന്നിപ്പിക്കുമെങ്കിലും ആത്യന്തികമായി അവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. 1942 ഗാന്ധിജി പറഞ്ഞ വാചകമാണ്. ഞാൻ ഈ സംഭാഷണത്തിലുടനീളം അവസാന കാലത്തെ ഗാന്ധിയുടെ വാചകങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഗാന്ധിജി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 2 അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം പറഞ്ഞ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം എന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ നിന്നാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ വാചകം 1942 പറഞ്ഞതാണ്. അന്നത്തെ ലോക രാഷ്ട്രീയ സാഹചര്യവും നമുക്കറിയാവുന്നതാണ്. എഴുതപ്പെട്ട ചരിത്രമായിരുന്നില്ല ഗാന്ധിയെ മുന്നോട്ട് നയിച്ചിരുന്നത് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. അധികാര ശ്രേണികളിൽ ഇല്ലാതിരുന്ന ജനങ്ങൾ പൊതുവായും വ്യക്തിജീവിതത്തിലും പുലർത്തിയ സ്നേഹം, പാരസ്പര്യം, മറക്കൽ, പൊറുക്കൽ എന്നിവയൊക്കെയാണ് മനുഷ്യരാശിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നായിരുന്നു ഗാന്ധിയുടെ ഉത്തമ ബോധ്യം. ഞാൻ ആദ്യം പറഞ്ഞ ഉദ്ധരണി ഒരിക്കൽ കൂടി വായിക്കുകയാണ്. പ്രത്യാശ നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ എൻ്റെ ചിന്തയിലേക്ക് വരുന്ന ഒന്നുണ്ട്. ചരിത്രത്തിലുടനീളം സത്യവും സ്നേഹവുമാണ് വിജയിച്ചിട്ടുള്ളത്. ഏകാധിപതികളും ഭീകരഭരണാധികാരികളും അജയ്യരായി കുറച്ചു കാലത്തേക്ക് തോന്നിപ്പിക്കുമെങ്കിലും ആത്യന്തികമായി അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നത് നമുക്കെപ്പോഴും ഓർമ്മ വേണം. ദേവിക എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? എനിക്ക് ഇത് ശരിക്കും ജീവിതം കൊണ്ട് പഠിച്ച പാഠമാണ്. ഇപ്പൊ നേരത്തെ ഗോപാലകൃഷ്ണൻ പറഞ്ഞില്ലേ, ചില ചരിത്ര സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഗാന്ധിയുടെ പ്രസക്തി. ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചതിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഗാന്ധിയെ ഒരു ടെക്സ്റ്റായിട്ട് വായിക്കാനുള്ള മനസ്സ് വരിക. അതിൽ നിന്ന് എന്താണ് എനിക്കൊരു വെളിച്ചമായി മാറിയതെന്ന് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പൊ ഇതില് ഈ സത്യം, സ്നേഹം എന്നൊക്കെ പറയുന്നതിന് എനിക്ക് തോന്നുന്നു രണ്ട് തരം പ്രാധാന്യങ്ങളുണ്ട് ഗാന്ധിയൻ ചിന്തയിൽ. ഒന്ന്, സത്യവും സ്നേഹവും ഈ ഏതെങ്കിലും വിശേഷപ്പെട്ട മനുഷ്യർക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ താങ്ങി നിർത്തുന്ന കാര്യങ്ങളാണ്. അതൊന്ന്. രണ്ടാമത് എനിക്ക് തോന്നുന്നു സത്യവും സ്നേഹവും ഫോഴ്സസ് ആണ്, ശക്തികളാണ്. അല്ലാതെ ഗാന്ധി ഇത് കാൽപ്പനികമായി ചില നിലപാടുകൾ എടുക്കുകയൊന്നുമല്ല. അതായത് സൗമ്യതയാണ് ലോകത്തെ നയിക്കുന്നതെന്നും അങ്ങനെയൊന്നുമുള്ള ഈ ഒരുതരം വെസ്റ്റേൺ റൊമാൻറ്റിസിസത്തിന്റെ പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല. സ്നേഹവും സത്യവും അത് ശക്തി തന്നെയാണ്, ശക്തികളാണ്. അപ്പൊ ഈ ശക്തികളെ എങ്ങനെ പ്രയോഗിക്കാം എന്നായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും കാതലായ ഒരു ചോദ്യം. അദ്ദേഹം അത് എങ്ങനെയാണ് ഇത് പ്രയോഗിക്കാൻ പറ്റുക, ജീവിതത്തിൽ ബോധപൂർവം പ്രയോഗിക്കാൻ പറ്റും ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് വിദേശ ഭരണത്തിൽ നിന്ന് മുക്തി നേടാനും ഒരു പുതിയ മനുഷ്യരായിട്ട് സ്വയം മാറാനും. ഇതിന്റെ പ്രസക്തി സമീപകാലത്ത് വളരെ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഈ സാമൂഹ്യ നീതി പ്രസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് വളരെ വ്യക്തികേന്ദ്രിതമായിട്ടുണ്ട്. പലപ്പോഴും അത് സ്വാർത്ഥത്തിന്റെ വക്കിൽ തന്നെ എത്തി നിൽക്കുന്ന അത്രയും വ്യക്തികേന്ദ്രിതമായിട്ടുണ്ട്.
പലപ്പോഴും എന്താ പറയാ, അങ്ങേയറ്റം ഉപകരണാത്മകമായ രീതിയിൽ ഈ ആ, സാമൂഹ്യനീതി പിന്നെ പ്രസ്ഥാനങ്ങൾ വ്യാഖ്യാനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മള് കേരളത്തില് വളരെ ഉച്ചത്തിലൊക്കെ നമ്മൾ കേൾക്കുന്നത് ഒരുതരം താല്പര്യ സംഘ രാഷ്ട്രീയമാണ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് പോളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പം ഫെമിനിസം ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആന്റി കാസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ നമ്മുടെ ആണ് വരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞും അംബേദ്കറിനെയോ അല്ലെങ്കിൽ വലിയ വലിയ ഫെമിനിസ്റ്റ് ചിന്തകരെയോ ഒക്കെ ഉദ്ധരിച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷെ പ്രയോഗത്തിൽ ഒരു പ്രത്യേക സംഘം ആൾക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അത്രയും ചുരുങ്ങിപ്പോയി അത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു 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 പശ്ചാത്തലത്തിൽ ശരിക്കും ഞാൻ തന്നെ ഈ സ്വാതന്ത്ര്യവാദിനിയെ പോരാ, നമുക്ക് സത്യവാദിനിയെയും കുറുക്കലമ്മച്ചിയെയും വേണം എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഇത് ഗാന്ധി ആണല്ലോ എന്ന് എനിക്ക് തന്നെ ഒരു ബോധം സ്വയം. ഞാൻ ഈ ഗാന്ധിന്റെ ഇത്ര അകന്നു നിന്ന ഞാൻ അപ്പോ എനിക്ക് തോന്നുന്നു ഗാന്ധിക്ക് സത്യം എന്ന് പറഞ്ഞാൽ വെറും നിഷ്പക്ഷതയോ വസ്തുനിഷ്ഠതയോ ഒന്നുമല്ല. അതൊക്കെ ശാസ്ത്രത്തിന്റെയും സാമൂഹ്യ ശാസ്ത്രത്തിന്റെയും ഒക്കെ സത്യങ്ങളാണ്. ആ അധികാരത്തിന്റെ അതിപ്രസരം ശരിക്കും അനുഭവിച്ചിട്ടുള്ളവര് ആ ഹിംസയെ പറ്റി തുറന്നു പറഞ്ഞു, അത് ഒരു ശകലം പോലും കൂട്ടാതെയോ കുറയ്ക്കാതെയോ അത് പറഞ്ഞുകൊണ്ട് അതിന് നീതിയും പൊറുക്കലും ആവശ്യപ്പെടുന്ന അവസ്ഥയാണ് ഗാന്ധി സത്യം സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രതികാരമോ വൈരാഗ്യമോ ഒക്കെ നമ്മുടെ ഈ ഒരു പ്രതികരണത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടിപ്പോകും. ഭരണാധികാരികളെ പറ്റിയുള്ള ഭയം അതിന് കലർന്നിട്ടുണ്ടെങ്കിൽ ഇത് കുറഞ്ഞു. അത് തന്നെ. ഇത് രണ്ടുമല്ലാതെ ഇത് രണ്ടും പാടില്ലെന്നാണ് ഗാന്ധി വളരെ ഉറച്ചു പറയുന്നത്. അതൊന്ന്. പിന്നെ വേറൊന്ന്, ഈ സ്നേഹം എന്ന് പറഞ്ഞത് ഈ പശ പോലെ ഓട്ടുന്ന സെന്റിമെന്റാലിറ്റി ഒന്നും അല്ല ഗാന്ധി. നേരെ മറിച്ച് ഈ രണ്ട് പ്രതലങ്ങൾ തമ്മിൽ യാതൊരു ഫ്രിക്ഷനും കൂടാതെ ഒപ്പത്തിനൊപ്പം ഒരുമിച്ച് നീങ്ങാൻ അനുവദിക്കുന്ന ഒരുതരം ലൂബ്രിക്കേഷൻ. അതാണ് ഗാന്ധിയുടെ സ്നേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ഷനിലേക്ക് നയിക്കുന്ന ശക്തിയാണ് സ്നേഹം. സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരും ഒരുപോലെ ചലിക്കാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു ശക്തി ഉള്ളതൊക്കെ. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുകയും കാണുകയും ചെയ്യുന്നത്. അപ്പൊ അതിൽ ഞാനിപ്പോ ഇന്ത്യൻ ചിന്തയിൽ മൊത്തം നമ്മൾ തപ്പി നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ ചിന്ത ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഗാന്ധിയോട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ഒരു ഉദ്ധരണിയിലേക്ക് പോവുകയാണ്. ഈ സത്യവാദിനി എന്ന ഒരു സങ്കല്പത്തിലേക്ക് ദേവിക നീങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടുകൂടി ഈ ചോദ്യത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇഫ് ബൈ സ്ട്രെങ്ത് ഈസ് മെന്റ് മോറൽ പവർ, ദ വുമൺ ഈസ് immeasurably man's superior. If non-violence is the law of our being, the future is with women. ഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതിയതാണ് ഈ വാചകങ്ങൾ. പുരുഷന്റെ ഭൗതിക ശക്തിയും സ്ത്രീയുടെ ധാർമ്മിക ശക്തിയും എന്ന രണ്ട് പരികൽപ്പനകളിൽ നിന്ന് സാമൂഹ്യ ജീവിതത്തെ കാണുകയും അഹിംസ നമ്മുടെ നിലനിൽപ്പിൻ്റെ നിയമമാകുന്ന മാത്രയിൽ ഭാവി സ്ത്രീകളുടേതായിരിക്കും എന്നും പറയുന്ന സമീപനത്തിനെ ചരിത്രപരമായിട്ട് ദേവിക എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ധാർമ്മിക സമൂഹമാകാൻ അഹിംസാ സമൂഹത്തിന് കഴിയില്ല എന്നുപോലും ഗാന്ധി സൂചിപ്പിക്കുന്നുണ്ടോ? അല്ല, അവിടെയാണ് നമ്മൾ ഈ ഗാന്ധി ടെക്സ്റ്റ് ആണെന്ന് പറയുന്നത് വളരെ പ്രധാനമാകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സത്യസ്നേഹ സങ്കല്പനങ്ങളുമായിട്ട് സത്യം പറഞ്ഞാൽ വളരെ അകലെ നിൽക്കുന്ന ഒരു ഗാന്ധിയാണ്. കാരണം ഈ ചോദ്യത്തിലെ ഗാന്ധിയാണ് ശരിക്കും ഞാൻ ഒരു പിതൃ ഗാന്ധിയായിട്ട് ഞാൻ കണ്ടതും ഭയന്നതും ഒക്കെ. കാരണം ശരിക്കും ഒരു പുരുഷന്റെ വീക്ഷണത്തിൽ നിന്ന് തന്നെയാണ് ഈ സ്ത്രീയുടെ ധാർമ്മിക ശക്തിയെ പറ്റിയൊക്കെ ഒരു സ്ത്രീയിൽ ഈ ധാർമ്മിക ശക്തി ആരോപിക്കുന്നത്. അടിമത്തത്തിലെ അതിജീവന തന്ത്രങ്ങളോ ഒക്കെ ധാർമ്മിക ഔന്നത്യമായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാം. തീർച്ചയായും സ്ത്രീകള് അഹിംസ പ്രാക്ടീസ് ചെയ്തു എന്നൊക്കെ പറയുന്നതിനോട് ശരിക്കും നമ്മള് എവിടെയാണ് അതൊന്നും ശരിക്കും അത് പുറത്തു നിന്ന് ഒരു സ്ത്രീകളുടെ അന്തഃപുരത്തിന് പുറത്തുനിന്ന് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് ഒരുതരം വെസ്റ്റേൺ റൊമാൻറ്റിസിസ്റ്റ് തത്വചിന്താധാരകളുടെ ഒരു വശത്തും ഈ അതിന്റെ ചില പിതൃമേധാവിത്വ അടിത്തറകളെ പുനഃസ്ഥാപിക്കുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു പ്രസ്താവം തോന്നിയിട്ടുള്ളത്. അത് ഒന്നുകൂടി വ്യക്തമാകുമോ? ഈ വെസ്റ്റേൺ ഞാനത് പറയാം, ഞാൻ കാര്യമായിട്ട് പറയാം. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം. ഈ കേരളത്തിലെ ലിംഗചരിത്രത്തെ പറ്റിയുള്ള എൻ്റെ ഒരു ഗവേഷണത്തില് ഞാൻ കണ്ട ഒരു കാര്യം,
ആധുനിക ഡിസിപ്ലിനറി ആയിട്ടുള്ള സ്ത്രൈണ ലിംഗാധികാരം. അതിനെ, ആ സങ്കല്പത്തെ വിമർശിക്കാനല്ല ഇത് ഉതകിയത്. അതാണ് അതിന്റെ സംഗതി. ഇപ്പൊ ലളിതാംബികയെ പോലെയുള്ളവര് ഗാന്ധിയൻ ചിന്തയിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് ഇവിടെ ഉയർന്നു വന്ന ഒരുതരം വളരെ റാഷണലിസ്റ്റ് ആയ അണുകുടുംബ കേന്ദ്രിതമായ ഒരു സ്ത്രീ അധികാരിയാണ്, കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്ത് കുടുംബത്തിനുള്ളിൽ വളർത്താനുള്ള അധികാരിയാണെന്ന് ആ വാദത്തിനെ എതിർക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് പാളിപ്പോയിട്ടുണ്ടെന്ന് മാത്രമല്ല, നേരെ മറിച്ച് ഈ ദേശരാഷ്ട്ര വിഷയെ നിർമ്മിക്കാനുള്ള ഇടമായി ആധുനിക കുടുംബത്തില് സ്ത്രീക്ക്, ഈ പറഞ്ഞ പോലെ സ്ത്രീക്ക് സങ്കല്പിക്കപ്പെട്ട ആ ഒരു സൗമ്യാധികാരത്തോട് ഗാന്ധിയൻ സ്ത്രൈണതയും ഈ അഹിംസാപരമായ അധികാരവും ഒക്കെ എളുപ്പത്തിൽ സംഗമിച്ചു പോയി എന്നുള്ളത് അത് വെറും ആകസ്മികമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അതിന്റെ ഈ 1950കളിലൊക്കെ ഈ ഗാന്ധിയൻ ചിന്തയെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ച് ഈ യുക്തിവാദ ഫെമിനിസത്തിനെ വിമർശിക്കാൻ ശ്രമിച്ച പിന്നെ ലളിതാംബിയൊക്കെ 60കളുടെ അവസാനമൊക്കെ ആവുമ്പോഴേക്കും കുടുംബാസൂത്രണത്തിന്റെ ഒക്കെ വക്താക്കളായിട്ട് പിന്നെ 100 കണക്കിന് കുട്ടികളെ പ്രസവിക്കുന്ന പന്നിയല്ല നമ്മൾ അനുകരിക്കേണ്ടത്, ഒരേ ഒരു 12 വർഷത്തിൽ ഒരിക്കൽ പ്രസവിക്കുന്ന ആനയാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഈ ഭരണകൂടത്തിന്റെ യുക്തിയിലേക്ക് പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു സംഗതി. കാരണം ഇത് ഈ വ്യക്തമല്ല എന്നുള്ളതാണ്, ഈ ക്രിട്ടിക്കായിട്ട് ഇത് നിൽക്കാനുള്ള ബലമില്ല. അതിന് കാരണം നേരത്തെ ഇപ്പം ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ ധാർമ്മിക ശക്തി എന്ന് പറയുന്ന സങ്കല്പത്തെ ഈ വെസ്റ്റേൺ റൊമാൻറ്റിക്സ് ഉയർത്തിയ സ്ത്രൈണതാ സങ്കല്പവുമായിട്ട് ഈ കൂട്ടിക്കലർത്തിയതാണ് പ്രശ്നകരമായിട്ട് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു. ധാർമ്മിക ശക്തി എന്നാൽ അധികാരത്തോട് സന്ധി ചെയ്യാതെ എന്താ പറയാ, ആത്മാവിൽ നിവർന്നു നിൽക്കുന്ന ഒരു ശക്തി. അതാണ് ധാർമ്മിക ശക്തി എന്ന് പറയുന്നത്. അതിന് ആണോ പെണ്ണോ ഒന്നുമില്ല. അത് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ടോ ഒന്നും അത് വളർത്തിയെടുക്കേണ്ടതാണ്. അത് സ്വാഭാവികം, നമ്മുടെ പിതൃമേധാവിത്വ സ്വാഹചര്യങ്ങൾക്കുള്ളിൽ അനുവദിക്കപ്പെടാത്ത ഒരു ക്വാളിറ്റിയാണ് അത്. ഈ പറഞ്ഞ പോലെ സ്വന്തം ജീവിതത്തെ ഒരു കലാശില്പം പോലെ സ്വയം രൂപീകരിച്ചെടുക്കുന്ന ഒരാൾക്ക് മാത്രം നിർമ്മിച്ചെടുക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പോ അഹിംസ, വാത്സല്യം, സ്നേഹം, നന്മ മുതലായ ഈ വളരെ സൗമ്യ വൈകാരിക ഗുണങ്ങൾ സ്ത്രീ സഹജമാണെന്ന് പറയുന്ന ഒരുതരം വെസ്റ്റേൺ റൊമാൻറ്റിസിസം ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ, ഇത്തരം ക്വാളിറ്റീസ് ഒക്കെ വെസ്റ്റേൺ റാഷണലിസ്റ്റ് ചിന്ത പുറന്തള്ളുകയും അത് സ്ത്രീകളിൽ ആരോപിക്കുകയും ചെയ്തിരുന്നതിനെ നേരെ തിരിച്ചിട്ട് അതിനെ റീവാല്യൂ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ വെസ്റ്റേൺ റൊമാൻറ്റിസിസ്റ്റ് തോട്ടിന് ഉണ്ടായിരുന്നത്, പ്രവണതകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പറഞ്ഞ ഗുണങ്ങൾ ഉള്ളിടത്ത് സ്വാഭാവികമായും ധാർമ്മിക ശക്തിയും കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു അസംഷൻ സത്യം പറഞ്ഞാൽ യുക്തിസഹം പോലും അല്ല. അത് എംപിരിക്കലി സപ്പോർട്ടഡ് അല്ല, യുക്തിസഹം പോലും അല്ല. അങ്ങനെ യുക്തിപരമായിട്ട് പോലും നിങ്ങൾക്ക് അങ്ങനെ വാദിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു തെറ്റാണ് ഈ ഗാന്ധിയൻ ചിന്ത. അതുകൊണ്ട് തന്നെ ഇപ്പം സ്ത്രീയായാലും പുരുഷനായാലും ആരായാലും പുതുതായിട്ട് തന്നെ രൂപപ്പെടുത്തി എടുക്കേണ്ട നിങ്ങളുടെ ജീവിതത്തെ തന്നെ അത്തരം ഒരു കലാസൃഷ്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടോ സർഗപ്രവർത്തനമായിട്ടോ കാണുന്ന ഒരാൾക്ക് മാത്രം സൃഷ്ടിക്കാവുന്ന ഒരു സാധനമാണ് ഈ മോറൽ കറേജ് എന്നൊക്കെ പറയുന്നത്. അത് ഗാന്ധിയുടെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഗാന്ധിയൻ ഈ വെസ്റ്റേൺ റൊമാൻറ്റിക് തോട്ടുമായിട്ടുള്ള ഗാന്ധിയുടെ ഇടപഴകലുണ്ട്. അതിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങളെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇനിയിപ്പോ 1947 ജൂലൈ 25-ാം തീയതി, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു വിഭജനത്തോടു കൂടി ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ഇന്ത്യൻ സമൂഹത്തിനോട് ഗാന്ധി ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു: ഇത്രമാത്രം സന്തോഷിക്കുവാൻ എന്തിരിക്കുന്നു? പൂർണ്ണ സ്വരാജ് എത്രയോ അകലെയാണ്. ബ്രിട്ടീഷുകാർ പോയതുകൊണ്ട് മാത്രം എല്ലാം ആയെന്നാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം സബർമതി വളരെ ദൂരെയും നൗഖലി സമീപത്തുമാണ് എന്നുള്ളതാണ്. ഇന്നത്തെ ഇന്ത്യയിലും സബർമതി, ഗാന്ധിയുടെ സബർമതി ദൂരെയും നവഖലി സമീപത്തുമല്ലേ? ഗാന്ധിയെപ്പോലെയുള്ളവരുടെ രാഷ്ട്രീയ ജീവിതം എല്ലാ സർവകാല വിമതരെയും പോലെ ഒരു നിത്യപ്രതിപക്ഷ സാധ്യതയും ഒരിക്കലും സന്തോഷിക്കാത്തതുമല്ലേ? ആ ചോദ്യം എന്നോട് തന്നെ ചോദിക്കണം. എന്റെ പുസ്തകത്തിന്റെ പേര് നിരന്തരം. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സത്യത്തെ പറ്റി പറഞ്ഞ ആ ഉത്തരവുമായിട്ട് ചേർത്താണ് എനിക്കിത് പറയാനുള്ളത്.
സത്യത്തിൽ നിങ്ങൾ ഊന്നി നിന്നാൽ പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളെ പിന്തുടർന്ന് വരുന്ന അവസ്ഥയാണ് ഈ നിരന്തര പ്രതിപക്ഷ നില. നിങ്ങൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പ്രതിപക്ഷമായിട്ട് മാത്രമേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രതിപക്ഷ നില എന്താണെന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. പക്ഷെ അത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗാന്ധിയൻ ചിന്തയിൽ അത് വളരെ കാര്യമായിട്ട് തന്നെ ഉണ്ടെന്ന് കാണാം. ഒന്ന് ഈ കളി ഉപേക്ഷിക്കലല്ല, അത് കളി ഉപേക്ഷിച്ച് പോകലല്ല, സന്യാസമാണ്. അങ്ങനെയാണെങ്കിൽ അത് സന്യാസമാണ്. നിങ്ങൾ ഉപേക്ഷിച്ച് അങ്ങ് പോവുക. ഐ മീൻ നാരായണ ഗുരുവിന്റെ സന്യാസമല്ല, അദ്ദേഹം അതിനെ വേറെ തരത്തിലാണ്. പക്ഷെ നമ്മള് സാമാന്യേന സന്യാസം എന്ന് പറയുന്നത് അതാണ്. അപ്പോ അതല്ല ഈ പ്രതിപക്ഷ നില. രണ്ടാമത്, ഇത് ജയ പരാജയങ്ങൾക്ക് അതീതമായിട്ടൊരു നിലയാണ്. ഇപ്പം ജയവും പരാജയവും മീനിങ്ലെസ് ഈ ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ. ഇപ്പൊ നിങ്ങൾ നിരന്തര പ്രതിപക്ഷമായി നിത്യപ്രതിപക്ഷമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജയം തോൽവി എന്നൊന്നുമില്ല. അതാണ് ഗാന്ധി പറയുന്നത്, എന്തോ ഇത്ര വളരെ സന്തോഷിക്കാനുള്ളത്, എന്താ നിങ്ങൾ നേടി, നിങ്ങൾ ഈ ജയം എന്ന് പറയുന്നത്. അത് പക്ഷെ ഈ പ്രതിപക്ഷ നിലയിൽ നിന്ന് നോക്കിയാൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ മൂന്നാമത്, ഇത് നമ്മൾ അനൈസ്തെറ്റിക് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അനൈസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അനാലങ്കൃതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് സത്യത്തിനെ ഒരു തരത്തിലും ഒരു ആശ്വസിക്കാൻ അനുവദിക്കില്ല സ്വയം. അലങ്കൃതമാക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കാനോ അതിന് സൗന്ദര്യപരമാക്കാനോ. ഇപ്പൊ നമ്മൾ മലയാളത്തിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നത് പലതും ഈ വളരെ തിക്തമായ സാമൂഹ്യ അനുഭവങ്ങളെ മനോഹരങ്ങളാക്കും എഴുത്തിലൂടെ, അല്ലെങ്കിൽ ഒരുതരം പോർണിഫൈഡ് ആക്കും. അപ്പൊ ഒന്നെങ്കിൽ ഒരുതരം പോർണോഗ്രഫിക് ആയിട്ടുള്ള പ്ലഷർ ആൾക്കാരിൽ അത് വരുത്തുന്നു, അതല്ലെങ്കിൽ ഈ മനോഹരമാക്കി അതിനെ ഇസ്തറ്റിസൈസ് ചെയ്യും. അപ്പൊ ഇത് രണ്ടും ശരിക്കും അത് സാഹിത്യത്തിൽ, കാരണം സാഹിത്യത്തിന്റെ ഒരു ധർമ്മം പ്ലഷർ ആയതുകൊണ്ട് ഇത് എഴുത്തുകാർ അവർക്കത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തില് ഈ തിക്തമായ സത്യത്തെ ഒരു തരത്തിലും മധുരം ചേർക്കാൻ പാടില്ല എന്ന് എടുക്കുന്ന ഒരു നിലപാടാണ് അപ്പൊ അതെന്ന് വെച്ചാൽ അത് വളരെ പെയിൻഫുളും കൂടിയാണ്, അത് എളുപ്പമല്ല. അപ്പൊ വളരെ എന്താ പറയാ, നിങ്ങൾ ഈ വേദന എന്ന് പറയുന്നതിനെ ഒരിക്കലും അതിന്റെ സ്പർശത്തിൽ നിന്ന് നിങ്ങൾ ഈ സത്യത്തിന്റെ സ്പർശത്തെ നിങ്ങൾ വിട്ടുകളയില്ല എന്നുള്ളതാണ് ഒരു തരത്തില്. ആ സ്പർശത്തെ വേറെ ഏതെങ്കിലും ഒരു മധുരിക്കുന്ന ഒരു സംഗതിയാക്കി മാറ്റാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊന്നും, ഏറ്റവും ഫൈനലി അതൊരു ജനപ്രിയ നിലയേ അല്ല. ഒരു തരത്തിലും ആരും നിങ്ങൾ നല്ലതാന്ന് പറഞ്ഞു എന്ന് വരില്ല ഒരിക്കലും. അങ്ങനെ എന്തെങ്കിലും ഒരു അഭിനന്ദനമോ അല്ലെങ്കിൽ നാട്ടുകാരുടെ വക എന്തെങ്കിലും ഭരണകൂടത്തിന്റെ കടാക്ഷമോ വലിയ വലിയ നമ്മുടെ നാട്ടിലെ വലിയ ബുദ്ധിജീവികളുടെ അംഗീകാരമോ ഒന്നും കിട്ടണമെന്നില്ല. അതാണ് അത് ഗാന്ധി തന്നെയല്ലോ. ഗാന്ധിക്ക് ഇതൊന്നും എന്താ പറയാ, ഈ നവഖാലിയിലൊക്കെ എത്തുമ്പോഴേക്കും ഗാന്ധിക്ക് ആ കാര്യം വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിറങ്ങിയ ഒരാളെ പോലെ തന്നെയുണ്ട്. അതെ. ഈ പെട്ടെന്ന് ഞാൻ ആനുഷംഗികമായിട്ടൊന്ന് പറയാം. ഈ അനാലങ്കൃതം എന്നുള്ള വാക്ക് ദേവിക പറഞ്ഞതുകൊണ്ടാണ്. ഈ ശാന്തിനികേതൻ സന്ദർശിച്ചപ്പോൾ ശാന്തിനികേതൻ സന്ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഗാന്ധിയോട് ചോദിച്ചു, എങ്ങനെ ശാന്തിനികേതൻ, ഹൗ ഡു യു ഫീൽ എന്ന് ചോദിച്ചപ്പോൾ, ഇറ്റ്സ് ഫുൾ ഓഫ് മ്യൂസിക്, ഐ പ്രിഫർ എ മ്യൂസിക്കൽ ലൈഫ് ദാൻ എ ലൈഫ് വിത്ത് ഫുൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞു ഗാന്ധി. അതാണ്. അല്ല ഞാൻ ഒരുപക്ഷെ അതല്ല ഉദ്ദേശിച്ചത്. ഞാന് ഉദ്ദേശിച്ചത് ഈ സത്യത്തിനെ നമുക്ക് പാലറ്റബിൾ ആക്കുന്ന തരത്തിലുള്ള പിന്നെ ഇതുണ്ടല്ലോ. ഇപ്പൊ ഒരു ഭയങ്കര ഭീകരമായ ഏതെങ്കിലും ഒരു രംഗം, കൊലപാതകമോ മാസ് മർഡറോ, അതിനെ നമുക്ക് പാലറ്റബിൾ ആക്കി തരുന്ന തരത്തിലുള്ള ഭയങ്കര നല്ല ഫോട്ടോഗ്രാഫി നമ്മൾ പറയില്ലേ ചിലപ്പോ, ഫോട്ടോഗ്രാഫി എന്തൊരു അഭിനയം ഇങ്ങനെയൊക്കെ പറയും. അത് അപ്പൊ നമ്മൾ അതൊക്കെയാണ് നോക്കുന്നത്. ഇത് നടക്കുന്ന കൊല, ഈ ഭീകരമായ കൊല, എനിക്ക് ഓർമ്മയുണ്ട് ഈ സിനിമയെ സത്യമായിട്ട് ആൾക്കാർ കണ്ടിരുന്ന ഒരു കാലത്ത് എന്റെ അമ്മുമ്മയൊക്കെ ഈ സിനിമയൊക്കെ കാണാൻ പോകുമ്പോ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇടി കൂടുന്നതൊക്കെ ഇങ്ങനെ ഒരുത്തരെ അടിക്കുന്നത് നമ്മൾ ഇങ്ങനെ കണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന, ശരിക്കും പുറത്ത് ആരെങ്കിലും ഒരാളെ അടിച്ചാലും നമ്മൾ മിണ്ടാണ്ട് നമ്മളിത് നോക്കിക്കൊണ്ട് നിന്നു പോകൂലേ എന്നൊക്കെ. അപ്പൊ ഞാൻ പറയാം, അങ്ങനെയല്ല, അത് നമ്മൾ പറയാം. പക്ഷെ അതൊന്നും അറിയില്ല. പക്ഷെ നമുക്കറിയാം അത് ഇസ്തറ്റിസൈസ്ഡ് ആയ ഒരു പോർട്രയിലാണ് നമുക്ക് വരുന്നത്. അത് ക്രമേണ നമ്മളെ ഇൻസെൻസിറ്റീവ് ആക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും കൾച്ചറൽ സ്റ്റഡീസിലും സിനിമ സ്റ്റഡീസിലും ഒക്കെ അവർ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്.
അതല്ല ഇത്. ഗാന്ധി പറയുന്നത് നിങ്ങൾ സത്യത്തിന് നിങ്ങൾ ഒരു തരത്തിൽ നിങ്ങൾ അതിനെ ഏതെങ്കിലും തരത്തിൽ മറച്ചു വെക്കാനോ അതെ ഏതെങ്കിലും തരത്തിലൊന്ന് രൂപമാറ്റം വരുത്തി അതിനെ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് പറഞ്ഞ പോലെ അങ്ങനെ കടുപ്പത്തിലല്ല അതിന് ഡൈല്യൂട്ട് ചെയ്ത് പറയുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ളത് എന്നുള്ള ആ ഒരു നിലപാടാണ്. അത് ഈ നിരന്തര പ്രതിപക്ഷ നിലയുടെ ഒരു ഒരു റിക്വയർമെന്റ് ആണ്. പ്രകാശനമാണ്. അതെ ഈ പ്യാരലാൽ എഴുതിയ സൗന്ദര്യത്തിന്റെ കാര്യം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഗാന്ധിയും ടാഗോറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെച്ചാൽ ടാഗോറിന് ഈ പറഞ്ഞ പോലെ ഒരു പ്രപഞ്ച വീക്ഷണമാണുള്ളത്. അപ്പം ഇവിടെ കോൺഗ്രസിന്റെ വലിയ വൻ സമരം 1930 നടക്കുമ്പോ ഈ പിന്നെ സിവിൽ ഡിസൊബീഡിയൻസ് വളരെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ശാന്തിനികേതനിൽ വസന്ത പഞ്ചമി ആചരിക്കുന്നു. അപ്പൊ അവിടുത്തെ കോൺഗ്രസ്സുകാർ വലിയ ദേഷ്യപ്പെടുന്നു. ടാഗോറിന്റെ മറുപടി ശരി, പ്രപഞ്ചത്തിന് താഴമുണ്ട്, അതിന്റെ താഴെയാണ് നിങ്ങളുടെ സമരവും അത് ഇതൊക്കെ. സമരം നല്ല ഇല്ലെന്നല്ല, പക്ഷെ എന്ന് വെച്ചിട്ട് മറ്റതെല്ലാം ഉപേക്ഷിക്കാം. ഞാൻ ടാഗോറിന്റെ വശത്തായിരുന്നു ആണ് തീർച്ചയായിട്ടും. ആ കാര്യത്തിൽ ഞാൻ ടാഗോറിന്റെ വശത്ത് തന്നെയാണ്. കാരണം ഗാന്ധിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇക്കോളജിക്കൽ കൾച്ചറൽ കോൺഷ്യസ്നെസ് എനിക്ക് തോന്നുന്നു നമുക്ക് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ പ്യാരലാൽ എഴുതിയ മഹാത്മാഗാന്ധി ദി ലാസ്റ്റ് ഫേസ് എന്ന ഇതിൽ ഗാന്ധിയുടേതായിട്ടുള്ള ഒരു വാചകം ഉണ്ട്. പലപ്പോഴും ആളുകൾ പറഞ്ഞു പോരുന്നൊരു വാചകമാണ്, എനിക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ പരാജിതനായ ഒരാളായി മരിക്കണമെന്നില്ല, ഒരുപക്ഷെ ഒരു കൊലയാളിയുടെ വെടിയുണ്ടയാൽ ഞാൻ മരിക്കണം. ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തെ ഒരു പരാജയമായി ദേവിക വിലയിരുത്തുന്നുണ്ടോ? വ്യക്തിധാർമ്മികതയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് വെച്ച മാതൃകകളെ മുൻനിർത്തി അല്ല എൻ്റെ ഈ ചോദ്യം. ഗാന്ധി മരിച്ചത് ദുഃഖിതനായിട്ടാണ്. എന്നാൽ ആ ദുഃഖത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ രക്തസാക്ഷിത്വ മോഹവും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊരാളുടെ കയ്യാലുള്ള ഒരാത്മഹത്യ, മറ്റൊരാൾ നൽകിയ വിഷം കഴിച്ച് സോക്രട്ടീസ് ചെയ്തതുപോലെ ഒന്ന്. കാരണം സോക്രട്ടീസ് ലോകത്തിലെ മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സത്യഗ്രഹി എന്ന് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് വിളിച്ചതാണ്. ചരിത്രത്തിലെ ആദ്യത്തെ സത്യഗ്രഹി സോക്രട്ടീസാണ്. അപ്പോൾ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തെ ഒരു പരാജയമായിട്ട് ദേവിക വിലയിരുത്തുന്നുണ്ടോ? ജയം എന്നൊക്കെ പറഞ്ഞതിനുപരിയായി നിന്ന ഒരു നിലയാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിരന്തര പ്രതിപക്ഷം, നിത്യ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ജയവും പരാജയവും ഒന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള ഒരു രോഗത്താൽ പരാജിതൻ എന്ന് പറഞ്ഞത് വെറുതെ അല്ല. കാരണം ഈ ശരീരം പരാജയപ്പെട്ടാൽ മാത്രമേ ശരീരം അതിന്റെ അവസാനത്തെ സഹനത്തിന്റെ ആ നിമിഷത്തിൽ സഹനത്തിനപ്പുറം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് എനിക്കും അത് വായിച്ചപ്പോൾ തോന്നി, ഈ രോഗത്താൽ പരാജിതനാവുക എന്ന് പറയുന്നത്. രോഗത്താൽ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ജയപരാജയങ്ങൾ ഗാന്ധിക്ക് ഒരു പ്രശ്നമേ അല്ല. അപ്പൊ എവിടെയാണോ വീഴുന്നത് അവിടുന്ന് എഴുന്നേറ്റ് പിന്നെ തുടങ്ങുകയാണ് ഏത് സമരത്തിലും. അപ്പൊ അങ്ങനെയുള്ള ജീവിതമായതുകൊണ്ട് തന്നെ അതില് നിങ്ങൾ നോക്കണം, ആ ജീവിതത്തിൽ ഗാന്ധിയുടെ ജീവിതം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സത്യമുണ്ട്. സത്യം അത് മാത്രമല്ല, ഈ അധിനിവേശ ശക്തിക്കെതിരെയാണ് അത് ഏറ്റവും അധികം പ്രയോഗിക്കപ്പെടുന്നത്. ഒരുപാട് എന്താ പറയുക, വളരെ ടെലഗ്രാഫിക്കായ രീതിയിൽ പറയുന്ന ഇൻസൈറ്റ് ഉണ്ട്, ഉൾക്കാഴ്ചയുണ്ട്. ഈ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് ഏറ്റവും പവർഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരെണ്ണം ഈ ലണ്ടനില് മറ്റേ പട്ടമേശ സമ്മേളനം കഴിഞ്ഞ് ഗാന്ധി ഇറങ്ങി വരുമ്പോ ഈ എന്താ പറയുക, ഒരു ഉത്തരീയവും മേൽവസ്ത്രമില്ലാതെ നടന്നു വരുന്ന ആണല്ലോ, മേൽവസ്ത്രം ഇല്ലാതെയാണ് അതിൻ്റെ അകത്ത് ചർച്ചയ്ക്ക് പോകുന്നത്, ഇറങ്ങി വരുന്നത്. അപ്പൊ ഇത് വലിയ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് ഗാന്ധി ഇറങ്ങി വരുന്നത് കാണാൻ ഒരുപാട് ആൾക്കൂട്ടവും പത്രക്കാരും, പ്രത്യേകിച്ച് ഒരുപാട് പത്രക്കാർ കൂടി അവിടെ നിൽക്കും. ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു അമേരിക്കൻ പത്രക്കാരൻ ഇടിച്ചു കയറിച്ചത് മൈക്ക് കാട്ടി, മിസ്റ്റർ ഗാന്ധി, വാട്ട് ഡു യു തിങ്ക് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് ചോദിച്ചതായിട്ട്. അപ്പൊ ഗാന്ധിയുടെ മറുപടി വെരി ഗുഡ് ഐഡിയ. അതായത് സിവിലൈസേഷൻ ഇല്ല എന്നാണ് പറയുന്നത്, ഇനി ഉണ്ടാവട്ടെ, ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഐഡിയ എന്നുള്ളത് നല്ലൊരു ഐഡിയ ആണ് നിങ്ങൾ സിവിലൈസ്ഡ് ആവുക എന്നുള്ളത്. അപ്പൊ ഇത് ഇൻസൈറ്റ് ശരിക്കും ഞാൻ ഈ ഒരൊറ്റ വരിയില്ലേ, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റ് കൊളോണിയൽ തിയറി എന്നൊക്കെ പറയുന്നതിന്റെ മുഴുവൻ രാഷ്ട്രീയമായ ഊക്കും ആ ഒരു വരിയിലുണ്ട്, ആ ഒറ്റ വാചകത്തിൽ. അങ്ങനത്തെ ഇൻസൈറ്റ് ഉണ്ട് ഗാന്ധിയുടെ ജീവിതത്തില്. പിന്നെ കുടിലതയുണ്ട് ശരിക്കും. അതായത്
തന്റെ ഈ പ്രോജക്റ്റിനെ പിന്നെ അപ്സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന അവസരങ്ങളിലൊക്കെ ഗാന്ധി നല്ല കുടിലത പ്രയോഗിക്കാൻ മടിച്ചിട്ടില്ല. പൂനെ പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വായിച്ചാൽ അറിയാം. അതെ അംബേദ്കറുമായിട്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകളിൽ ശരിക്കും കുടിലതയുണ്ട്. ഇതുണ്ട്. പക്ഷെ ഇത് എന്തൊക്കെയാണെങ്കിലും ഇതെല്ലാം ഒരുതരം പരീക്ഷണങ്ങളായിട്ട് കാണാനുള്ള ഒരു ശ്രമമുണ്ട്. ഇതൊന്നും ഈ പറയുന്ന പോലെ ഒരു ഉറച്ച നിലയായിട്ടല്ല. ഇതെല്ലാം പരീക്ഷണങ്ങൾ. ഇങ്ങനെ ഒരു പരീക്ഷണം കഴിഞ്ഞ അടുത്ത പരീക്ഷണം ഇങ്ങനെ ചെയ്തു പോകുന്നു. അപ്പൊ ഇതൊന്നും ജയമോ പരാജയമോ ഒന്നും അല്ല സത്യത്തിൽ അവിടെ വരുന്നൊരു കാര്യം. പക്ഷെ എനിക്ക് ഈ അവസാന ഘട്ടത്തിലെ ഗാന്ധിയെ തന്നെയാണ് ഏറ്റവും ബഹുമാനിക്കാൻ തോന്നിയിട്ടുള്ളത്. അപ്പോഴാണ് അദ്ദേഹം ശരിക്കും ഒരു ആരാധ്യനായിട്ട് മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ഈ ഉണ്ണിയുടെ ചെറുകഥയുടെ ടൈറ്റില്, ഒറ്റപ്പെട്ടവൻ എന്നുള്ള ടൈറ്റില് വായിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ഗാന്ധിയെ ഓർത്തു പോവും. കാര്യം അതിലെ യേശുവാണ് ഒറ്റപ്പെട്ടവനെങ്കിൽ. ഇതിന് രണ്ടർത്ഥമാണല്ലോ അതിന്. ഒന്ന് ഒറ്റയായി പോയവൻ, പിന്നെ ഒറ്റപ്പെട്ടവൻ, അതായത് ബിട്രേഡ് എന്നുള്ള അർത്ഥത്തില്. ഇത് രണ്ടും ആണ്. അപ്പം ശരിക്കും ഗാന്ധി അപ്പോഴേക്കും ഈ വാചകം പറയുന്ന സമയം ആവുമ്പോഴേക്കും ഈ ആറ്റിനടിയിലൊക്കെ വെള്ളാരക്കല്ല് ഉരുണ്ട് അത് തേഞ്ഞ് അവസാനം ഒരു വെറും മൺതരിയായി, ആ മൺതരിയേക്കാൾ ചെറുതായി ആ വെള്ളത്തിലങ്ങ് ലയിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പറയുന്ന പോലെ ഒരവസ്ഥ പോലെയാണ് ആ വാചകം നമുക്ക് വായിച്ചാൽ തോന്നുന്നത്. അപ്പൊ ഈ ധാർമ്മിക ഔന്നത്യം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒറ്റപ്പെടലിൽ നിന്നാണെന്ന്, ഒറ്റപ്പെടലാണെന്ന് നമ്മള് പഠിക്കുന്നത് സത്യം പറഞ്ഞാൽ ഗാന്ധിയിൽ നിന്നാണ്. ഈ എക്സിസ്റ്റൻഷ്യലിസം ഒക്കെ നമ്മൾ പിന്നീട് 80കളിലൊക്കെ വായിക്കുകയും കീർക്കഗാഡിനെ ഒക്കെ വായിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഗാന്ധിയുടെ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ശങ്കിച്ചിട്ടുണ്ട് സത്യത്തിൽ പ്യാരേലാൽ അത് കൂട്ടിച്ചേർത്തതാണോ അവിടെ, ഒരുപക്ഷെ കൂട്ടിച്ചേർത്തതാണോ. അല്ല, അത് മനുവിന്റെ ഡയറിയിലും ഉണ്ടല്ലോ ഇത്. അതെ അതെ അതെ. ഇനി 1946 ഹരിജനിൽ ഗാന്ധി എഴുതി, എൻ്റെ രാമൻ ചരിത്രപുരുഷനല്ല, ദശരഥപുത്രനല്ല, തുളസീദാസിന്റെ കഥാപാത്രം മാത്രമാണ്, എൻ്റെ രാമൻ ജനിച്ചിട്ടു പോലുമില്ല, അനാദ്യന്തനാണ്. 1931 ഏതാണ്ട് ഇതേ കാര്യങ്ങൾ ഗാന്ധി ക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞു. ഐ മേ സേ ദാറ്റ് ഐ ഹാവ് നെവർ ബീൻ ഇൻട്രസ്റ്റഡ് ഇൻ എ ഹിസ്റ്റോറിക്കൽ ജീസസ്. ഐ ഷുഡ് നോട്ട് കെയർ ഇഫ് ഇറ്റ് വാസ് പ്രൂവ്ഡ് ബൈ someone that the man called Jesus never lived. For the Sermon on the Mount would still be true for me. അപ്പോൾ രാഷ്ട്രീയം മതമുക്തമായിരിക്കണം എന്ന യുക്തിവാദപരമായ മതനിരപേക്ഷതയുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ഗാന്ധിയും മതവും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെ ഇന്നത്തെ ദേശീയ ഹൈന്ദവ ഭാരത രാഷ്ട്രീയ സാഹചര്യത്തിൽ നാം എങ്ങനെ വിലയിരുത്തും? ഗാന്ധിയുടെ ഒരു ഏറ്റവും ലാസ്റ്റിംഗ് ആയ സംഭാവന ശരിക്കും ഈ മെജോറിറ്റേറിയൻ വിരുദ്ധ ആത്മീയത തന്നെയാണ്. ഞാൻ പറഞ്ഞു ആ ഒരു ഘട്ടം എത്തും, നമ്മുടെ സമകാലിക ചരിത്രത്തിന്റെ ആ ഘട്ടം എത്തുമ്പോൾ തന്നെയാണ് ഗാന്ധിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ എനിക്കൊരു പ്രേരണ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു എന്നെ പോലെ പലരും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. കേവലം ഈ യുക്തിവാദം പുതിയ പൗരജനങ്ങളെ സൃഷ്ടിക്കില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് തോന്നുന്നില്ല ഗാന്ധിക്ക് മാത്രമൊന്നും ആയിരുന്നില്ല. ഈ ബുദ്ധമതം സ്വീകരിച്ച അംബേദ്കറും ഒരുപക്ഷെ അത് തന്നെയാണ് പറയുന്നത്. കാരണം റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി കൊണ്ട് റൈറ്റ്സ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ പുതിയ സബ്ജക്ട്സിനെ, അതായത് ഈ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിനെ സൃഷ്ടിക്കണമെങ്കിൽ അതിന് വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു ഇടം ഉണ്ടാവണം എന്നുള്ളത് തന്നെ അതെനിക്ക് തോന്നുന്നു അംബേദ്കർ അവസാനം സ്വീകരിച്ച ഒരു നിലപാട് തന്നെയാണ്. ഈ യുക്തിവാദത്തിന്റെ ഒരു തരം വളരെ വ്യക്തികേന്ദ്രിതവും ഈ പരസ്പര താരതമ്യത്തിന് പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള മൂല്യങ്ങളും സമൂഹം എന്ന് പറയുന്നതിനെ സൃഷ്ടിക്കില്ലാണ് ആ ഒരു ഉൾക്കാഴ്ച. അപ്പം ഇത് എനിക്കൊന്ന് ഇരുകൂട്ടർക്കും ഷെയർ ചെയ്തിരുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പൊ ഗാന്ധിക്കാണെങ്കിൽ ഈ മതം ആത്മീയത ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തിന്റെ എന്തെങ്കിലും ഒരു അളവുകോല് അപ്രസക്തമാണ്. അതുപോലെ തന്നെ ഈ മതത്തെ മതത്തിൽ നിന്ന് വേർതിരിക്കുന്ന പ്രവാചക പ്രവാഹ വഴികള് അതും ഗാന്ധിക്ക് അപ്രസക്തം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആത്മീയത പ്രാക്ടീസ് ചെയ്യുന്നത് സ്വീകാര്യമല്ല. അതിന് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് സ്വീകാര്യ ഇടങ്ങളെക്കാളും പ്രധാനം ഗാന്ധിക്ക്.
അതാണ് പ്രൈമറി സംഗതി. അതാണ് സ്ഥലം, ഈ നമ്മളെ സ്വീകരിക്കുന്ന സ്ഥലങ്ങൾ ഉള്ളതല്ല. അതൊക്കെ നേരത്തെ പറഞ്ഞ നിരന്തര പ്രതിപക്ഷ നിലയോട് വളരെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ മതേതരത്വം നമ്മൾ സാധാരണ ഗാന്ധിയൻ ഒരു വിമർശനമാണ്. മതേതരത്വം, സെക്യുലറിസം എന്നുള്ള വാക്കിനെ നമ്മൾ മതേതരത്വം എന്നല്ല ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, സർവധർമ്മീയം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നാണ് 1940-കളിലും 50-കളിലൊക്കെ ഉള്ള ചില ഗാന്ധിയന്മാര് കേരളത്തിൽ സജസ്റ്റ് ചെയ്തത്. പക്ഷെ അതാണ് അതിന്റെ കഷ്ടം. കാരണം ഗാന്ധി പറയുന്നത് ഇതുപോലും അല്ല. സർവധർമ്മീയം എന്ന് പറഞ്ഞാൽ എല്ലാ ധർമ്മങ്ങളെയും ഒരുപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ്. എല്ലാ ധർമ്മങ്ങളോടും എല്ലാ ധർമ്മങ്ങളെയും അക്കോമഡേറ്റ് ചെയ്യുക. അതല്ല ഗാന്ധി പറയുന്നത്. ഈ പറയുന്ന മതങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രവാചക പ്രവാഹ വഴികൾ അപ്രസക്തമാണെന്ന് ആത്മീയതയ്ക്ക്. ഈ സംഭാഷണത്തിലെ എൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 1947 ഫെബ്രുവരി 23 ഗാന്ധി ഹരിജനിൽ എഴുതി, ബുദ്ധിജീവിതം, ഇൻ്റലക്ച്വൽ വർക്ക് പ്രധാനമാണ്, അതിന് സാമൂഹ്യ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട് താനും, എന്നാൽ എല്ലാവരും ശാരീരികമായും അധ്വാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ അധ്വാനിച്ചാൽ അങ്ങനെ ചെയ്യുന്നവരുടെ ബൗദ്ധിക സംഭാവനകളെ അത് കൂടുതൽ സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഈ ഇൻ്റലക്ച്വൽ വർക്കിനെയും ശാരീരിക അധ്വാനത്തെയും രണ്ടായി കാണുന്ന ഒരു രീതിയാണോ ഇത്, അതോ അങ്ങനെ അല്ലേ? അപ്പോൾ ഈ കംബോഡിയയിൽ പോൾപോട്ട് ഹിംസാത്മകമായി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു കാര്യം, കാരണം ഇൻ്റലക്ച്വൽസിനെല്ലാം ആ പണി നിർത്തിയിട്ട് വയലിലിറങ്ങി പണി ചെയ്യാൻ ബലാത്കാരമായി കൊണ്ടുപോവുകയായിരുന്നു പോൾപോട്ട് കംബോഡിയയിൽ ചെയ്തത്. അപ്പോൾ കംബോഡിയയിൽ പോൾപോട്ട് ഹിംസാത്മകമായി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു കാര്യം ഗാന്ധി അഹിംസാത്മകമായി സൂചിപ്പിക്കുകയായിരുന്നു, അതോ അങ്ങനെയല്ലേ? ഇത് ഒരു മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റലക്ച്വൽ ലൈഫ് ധീരതയോടെ നയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത് ദേവികയുടെ ഈ ചോദ്യം. ഈ ബൗദ്ധിക വിരുദ്ധത നമ്മള് പലപ്പോഴും പരമ്പരാഗത യാഥാസ്ഥിതിക വൃത്തങ്ങളിൽ മാത്രമല്ല, സ്വതന്ത്ര ബൗദ്ധികതയോടുള്ള വെറുപ്പ് നമുക്കറിയാം. ലിബറൽ വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് ലിബറൽ മോഡേണിറ്റിയോട് കലഹിച്ചിട്ടുള്ള പല വൻ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആ ഒരുതരം വൈരാഗ്യം ഉയർന്നു വരുന്ന നമുക്ക് കാണാൻ സാധിക്കില്ല. സ്വതന്ത്രമായ നില കൈകൊള്ളുന്ന ബുദ്ധിജീവികളെ എങ്ങനെ കൊന്നുകളയുക എന്നുള്ള ഒരു സംഗതി. അപ്പൊ അത് സ്റ്റാലിനിസത്തിന് വളരെ കാര്യമായിട്ട് പറയുന്നു. സ്റ്റാലിന് ഈ റഷ്യൻ റവല്യൂഷനെ പിന്തുണച്ച് അതിന്റെ ഓളത്തിൽ കയറി വന്ന ഒരുപാട് വലിയ വലിയ എഴുത്തുകാർ പോലും സ്റ്റാലിന്റെ കത്തിക്ക് ഇരയായതല്ലേ. അതുപോലെ പോൾപോട്ട്, ഞാൻ പറഞ്ഞു വന്ന് പോൾപോട്ട് ഒരു ആബറേഷൻ പോലെ ഒരു അറ്റത്ത് നിൽക്കുന്ന ആളല്ല എന്നുള്ളത് കൊണ്ടാണ്. പൊതുവെ ഇപ്പൊ ഫാസിസത്തിന്റെ ഒരു സ്ഥായിയായ ഭാവമാണ് സ്വതന്ത്രമായ ചിന്തയെ അടിച്ചമർത്തുക. അതിപ്പോ നമ്മൾ ഈ ഹിന്ദു സുപ്രീമസിസ്റ്റുകളായാലും എർദോഗാന്റെ ടർക്കിയിലായാലും നിങ്ങൾ എവിടെയൊക്കെ ഫാസിസത്തെ കാണുന്നു അവിടെയൊക്കെ ഇതുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് വളരെ ആഴത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള വായനകളും ഉണ്ട്. നമുക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോ അതല്ല കേട്ടോ ഗാന്ധി ഈ നിർദ്ദേശം. ഗാന്ധി അങ്ങനെ മോഡേണിറ്റിയുടെ ഒരു വലിയ വിമർശകനായിരുന്നെങ്കിലും ഈ പറയുന്ന തരത്തിലുള്ള, അതുകൊണ്ടാണല്ലോ ഗാന്ധി ഇത്രയും, നമ്മൾ ഈ പോസ്റ്റ് കൊളോണിയൽ തിയറിയിലൊക്കെ ഗാന്ധി ഇത്രയധികം വായിക്കുന്നത് കൊണ്ടാണ്. ഗാന്ധിയുടെ വലിയ വിമർശകർ തന്നെയാണ് ഗാന്ധിയെ വായിക്കുന്നത്. നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് 1000 കലഹങ്ങളുള്ള ഒരു പിതൃരൂപമാണ് ഈ ഗാന്ധി. വീണ്ടും നമ്മൾ ഗാന്ധിയിലേക്ക് മറങ്ങി പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഗാന്ധിയുടെ ആധുനികതാ വിമർശനത്തിന് അതിൻ്റെതായിട്ടുള്ള സവിശേഷതയുണ്ട്. ഇവിടെ ഗാന്ധി പറയുന്നതിൽ ഈ പ്രവർത്തനം എന്നുള്ളത്, ലേബർ എന്നുള്ള വാക്ക് ഒരുപക്ഷെ മിസ്ലീഡിംഗ് ആണ്. ലേബർ എന്ന് പറഞ്ഞാൽ അധ്വാനമാണ്. അതിന്റെ മാർക്സിയൻ അർത്ഥത്തിലല്ല ഗാന്ധി ഇവിടെ പറയുന്നത്. ഇത് പ്രവർത്തനം, ആക്ടിവിറ്റി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പൊ ഈ 2 തരം ആക്ടിവിറ്റീസ് പരസ്പരം രൂപപ്പെടുത്തുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഗാന്ധി. ഇതൊക്കെ ഒരുപക്ഷെ ജീവിതം കൊണ്ട് പഠിച്ച പാഠങ്ങളായിരിക്കും, അല്ലാതെ ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റേൺ റൊമാൻറ്റിക് തോട്ടിൽ നിന്ന് മാത്രം വരുന്നതൊന്നും ആകാനിടയില്ല. അപ്പം ഈ മനസ്സിനെ ശരീരത്തിന്റെ ഉള്ളിലേക്കും പുറത്തേക്കും നിരന്തരം കയറ്റി വിടുകയും തിരിച്ച്
പുറത്തിറക്കുകയും അകത്തേക്ക് കയറ്റിവിടുകയും ചെയ്തുകൊണ്ട് സ്വയം പുതുക്കാൻ നമ്മെ അനുവദിക്കുന്ന ഒരു ടെക്നോളജി പോലെയാണ് ഗാന്ധി ഇതിനെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പുസ്തകം മാത്രം, ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ഒന്ന് മാത്രമാണെങ്കിൽ ഈ സ്വയം പുതുക്കൽ നടക്കില്ല. അതായത് ബൗദ്ധിക പ്രവർത്തനം മാത്രമാണെങ്കിൽ നമ്മൾ ഈഗോയ്ക്കുള്ളിൽ കുടുങ്ങും, നമ്മളെ പോലെയുള്ള മനുഷ്യരുമായിട്ട് മാത്രം ഇടപെടും. അപ്പൊ അകത്തെ ഈ ഒരു ഈ അകത്തെ തുറസ് ഞാൻ വീണ്ടും വീണ്ടും ഇഗെയിൻ ഈ ഒരു അകലോകം ഉണ്ടാവുക എന്നുള്ളത് വളരെ, എനിക്കൊന്ന് മോഡേണിറ്റി നമുക്ക് തരുന്ന വലിയ ഒരു 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 എന്താ പറയാ, ഒരു അനുഗ്രഹമാണ്. ഈ നമ്മുടെ ഉള്ളിൽ, നമുക്ക് ഉള്ളിൽ ഒരു സ്ഥലം ഉണ്ടാവുക, ഒരു ഇന്നർ സ്പേസ് ഉണ്ടാവുക. അപ്പൊ ഈ ഇന്നർ സ്പേസ് ഭയങ്കരമായിട്ട് അടഞ്ഞു പോകും ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഒറ്റ ആക്ടിവിറ്റി മാത്രം ചെയ്താൽ. കായിക പ്രവർത്തനം മാത്രമാണെങ്കിൽ ചിലപ്പോ ഈ ഈഗോ പട്ടിണി കിടന്ന് ചത്തു, കാരണം ഈഗോയെ ഇല്ലാതെയോ, ഈഗോയ്ക്ക് ഒരു പ്രാധാന്യവും ഇല്ലാണ്ട്. അപ്പൊ ഈ ഈഗോ ഇങ്ങനെ ഉറച്ചു പോകാതെ നിലനിർത്താൻ, ഉറയ്ക്കരുത്, ഉറച്ചു പോയാൽ കഴിഞ്ഞു, എന്നാൽ അത് തീരെ ഇല്ലാതെ ആവാനും പാടില്ല. അപ്പൊ അങ്ങനെ ഒരു തരം സ്വയം പുതുക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി പോലെയാണ് ഈ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള സഞ്ചാരത്തെ അങ്ങനെയാണ് ഞാൻ ഇതിനെ വായിക്കുന്നത്. അല്ലാതെ ഇപ്പം പോൾ പോട്ടോ, സ്റ്റാലിനോ, ചൈനയില് മാവോയോ ഒന്നും സങ്കല്പിച്ച പോലെയല്ല ഇന്റലക്ച്വൽസിനെ നമ്മൾ പിടിച്ചവരെ കൊണ്ട് തൂമ്പ എടുപ്പിക്കുക എന്നുള്ള ഇതുപോലെ അതല്ല. അതല്ലെങ്കിൽ നേരെ തിരിച്ചും ഇപ്പം ചില വളരെ സവിശേഷമായ അറിവുകളുള്ളവർ, നമ്മുടെ കേരളത്തിലെ കർഷക തൊഴിലാളി ഉദാഹരണത്തിന്, ഇവിടുത്തെ വെറ്റ്ലാൻഡ് ഫാമിങ്ങിന്റെ ടെക്നോളജി ആകെ വശമുള്ള ജനവിഭാഗമാണ്. അപ്പൊ അവർക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പുസ്തകം വായിപ്പിക്കുന്ന പോലെ അതും ഇത് രണ്ടും, ഈ രണ്ട് തരത്തിലുള്ള പ്രവർത്തനവും അതുകൊണ്ടാണല്ലോ ഇപ്പം അയ്യങ്കാളി ഒക്കെ അയ്യങ്കാളി പിന്നെ നിയമസഭയിൽ, തിരുവിതാംകൂർ നിയമസഭയില് ദലിതർക്ക് വേണ്ടി വാദിക്കുമ്പോൾ അവരെ ഈ അഗ്രോണമി, അഗ്രികൾച്ചർ ഒക്കെ പഠിക്കാൻ, അഗ്രോണമി, അഗ്രികൾച്ചർ പോലെയുള്ള ശാഖകൾ നല്ല പ്രാവീണ്യം നേടിയ ആൾക്കാരായിട്ടാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ ആവണം എന്നാണ്. കാരണം അവർക്ക് അതിനുള്ള ഓൾറെഡി അവർക്കൊരു കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് അദ്ദേഹം കാണുന്നുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അവരെ ഒന്നെങ്കിൽ ലേബറേഴ്സ് അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്നുള്ള നിലയ്ക്കല്ല കാണുന്നത്. അപ്പോൾ ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട് എനിക്ക് ദേവികയെ ഈ ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുവാൻ ലഭിച്ചതിന്. എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ആശയമുണ്ടായി, ദേവിക അതിന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ഈ സുഗതകുമാരി ടീച്ചറിൻ്റെ അവസാന കാലത്തിൽ സുഗതകുമാരി ടീച്ചർ എഴുതിയ ഇളവ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയിൽ പിന്നിലിഴയുന്ന കാൽച്ചങ്ങല വലിച്ചു നാം പിന്നെയും രുഷ്ടം ഈ മാർഗം നടക്കുക കൊടുത്തു തീർക്കാനാവാത്ത വെറും സ്നേഹക്കടങ്ങളെ കനത്ത ചുമടായി പേറി നടക്കുക എന്നുള്ളതാണ്. അത് ഈ നാരായണ ഗുരുവിനെ കുറിച്ചും അംബേദ്കറെ കുറിച്ചും ഒക്കെ ഇപ്പോൾ ദേവിക പറഞ്ഞു. ഗാന്ധിയുടെ ജന്മദിനത്തിൻ്റെ പോഡ്കാസ്റ്റാണിത്. ഇവരോടൊക്കെ നമുക്ക് കൊടുത്തു തീർക്കാനാവാത്ത സ്നേഹത്തിൻ്റെ വലിയ കടങ്ങളുണ്ട് എന്നുള്ള ഓർമ്മയോടുകൂടി നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം, ദേവിക. Thank you for inviting me. This was really enjoyable. Thank you.